ക്ഷണം കഴിഞ്ഞ് പോയാ മതി. സ്വാമി ദർശനം കൊണ്ട് തന്നെ സംതൃപ്തിയായി. വഴിനീളെ ഓർക്കാൻ കാവ്യപാഥേയവും കിട്ടി. എന്നെ കൂടെ കൊണ്ടുപോകുന്നാണോ ഒരു നിഴല് പോലെ? എങ്കിൽ നിഴൽ പോലെ കൂടെ വന്നോളൂ. ശരീരത്തിന്റെ അല്ല, ആത്മാവിന്റെ നിഴൽ പോലെ. ഈ വയണയിലയുടെ വാസന എന്നും കൂടെ ഉണ്ടാവും, നിന്റെ നിഷ്കളങ്കമായ സ്നേഹം പോലെ. എനിക്ക് സ്വാമിയെ ദർശിച്ച് മതിയായില്ല കാളിക്കുട്ടിയമ്മേ. എന്റെ സ്തുതിയും അത് തന്നെ. ദർശനത്തിന് കൊതിച്ച് എത്ര കാലം, ഒടുവിൽ കണ്ടു, അരികിലേക്ക് വന്നു. അന്നതിനേക്കാൾ വേഗത്തിൽ മടക്കം. ഒന്ന് കാണണമെന്ന് ചിന്തിച്ച് ജീവിതം കഴിഞ്ഞു പോകുന്നു. ഒരു ദർശനം കൊണ്ട് ജീവിതം ധന്യമാക്കി. ഒന്നേ നൽകാൻ കഴിഞ്ഞുള്ളൂ, ഒരു വയണയിലയുടെ സുഗന്ധം. അത് മാത്രം ഏറ്റുവാങ്ങി അന്ന് പറഞ്ഞു. ആത്മാവിൽ ഈ സുഗന്ധം എന്നും ഉണ്ടാവുമെന്ന് ഇന്ന് ബോധ്യായി. എൻ്റെ ചിന്തകൾ എല്ലാം പൊട്ടത്തരായിരുന്നു. ഈ ഉലകത്തിന് സാധാരണക്കാർക്ക് ദൈവമായി ആ യോഗി വര്യൻ. അതേ സുഗന്ധവുമായി എല്ലാവരുടെയും മനസ്സിലുണ്ട് അദ്ദേഹം, മരിക്കുവോളം എൻ്റെ ഉള്ളിലും. ശിവഭാവം മന്ത്രമാകുന്നതും നീ. എങ്ങും ദേവരൂപം തിരഞ്ഞും എല്ലാം ഒന്ന് കണ്ടെന്നറിഞ്ഞും ഹൃദയസ്പന്ദമാകുന്ന ദേവാ. സത്യം ജ്ഞാനമാനന്ദമെല്ലാം ദൈവം തന്നെ എന്നുള്ള മന്ത്രം നമ്മിൽ ചേർത്തൊരാത്മസ്വരൂപ. സ്വാമി, ഒരു കാര്യം. എന്താ? രമണ മഹർഷി കാണേണ്ട യോഗിയാണ്. അരുണാചലേശ്വരനും 63 നായനാർമാരും അനുഗ്രഹിച്ച പരബ്രഹ്മപ്പൊരുൾ 16-ാം വയസ്സിലും മരണപ്പെട്ടു.
പിന്നെ ഉണർന്നു, ഉയർത്തെഴുന്നേറ്റു. അമ്മാവനൊപ്പം അരുണാചലഗിരിയിലേക്ക്, തിരുവണ്ണാമലയിലേക്ക്. ഇപ്പോ സന്യാസി, മഹർഷി. സ്വാമി എല്ലാം അറിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒന്ന് പോയാലോ? അവിടുന്ന് മറ്റാശ്രമങ്ങൾ സന്ദർശിക്കുമോന്നറിയില്ല. രമണ മഹർഷിയെ കാണണം. അതൊരു നിയോഗമാണ്. വെങ്കടരമണ അയ്യരെന്നായിരുന്നു വിളിപ്പേര്. കുടുംബം മുഴുവൻ ഇപ്പോൾ സന്യസ്തര. വിദേശ ശിഷ്യരുണ്ടത്രേ. എല്ലാം കാണുന്നുണ്ട്, മരണവും തിരിച്ചുവരവും. ശിവപ്പൊരുൾ അറിഞ്ഞവരല്ലേ. ബാലയോഗി അരുണാചലഗിരിയുടെ സന്തതി. രമണാശ്രമം നമുക്കൊന്ന് കാണാം, നിശബ്ദമായി. திருவண்ணாமலையில ஒரு விசேஷம் வரப்போறது. எல்லாம் தெரிஞ்ச ஒரு சித்தர் சிவயோகி வரப்போறது. அவரெல்லாம் தெரிஞ்சவர். அவரை பார்க்கறதுக்கு இந்த ஜென்மத்துக்கும் வாய்ப்பு கிடைச்சது. அருணாச்சலேஸ்வரா. സ്വാമി ആരാക്കും അന്ത സിദ്ധർ? சிவமயம் சிவமயம். சிவனை திறந்தையாள் சிவனே தான். எடுத்திருக்கிற பேர் விஷ்ணுவோட, சாஷால் நாராயணசாமியோட ஞானத்தை அவர் பிரம்மர். அப்படி பெற்ற பிரம்ம விஷ்ணு சிவ சங்கமம் നാരായണ സിദ്ധർ. എങ്ങും ദേവരൂപം തിരഞ്ഞും എല്ലാം ഒന്ന് കണ്ണിൽ നിറഞ്ഞും ഹൃദയസ്പന്ദമാകുന്ന ദേവാ. സത്യം ജ്ഞാനം ആനന്ദമെല്ലാം ദൈവം തന്നെ എന്നുള്ള മന്ത്രം നമ്മിൽ ചേർത്തൊരാത്മസ്വരൂപ. കാഞ്ചീപുരത്ത് നിന്നും തിരുവണ്ണാമല വരെയുള്ള യാത്ര അറിഞ്ഞതേയില്ല. ഓടിയത് കാറല്ലേ? നാം സുഖമായിരിക്കായിരുന്നല്ലോ. നാം ഇവിടെ വന്നത് രമണ മഹർഷി അറിഞ്ഞിരിക്കോ? അറിഞ്ഞിരിക്കും. പഴനിസ്വാമിയിൽ നിന്ന് എപ്പോഴേ അറിവ് കിട്ടിക്കാണും. ചിലപ്പോ സ്വാമിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മഹർഷി എന്നെ അടിവാരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവോ? നാം സമയം കളയണ്ട, രമണാശ്രമത്തിലേക്ക് നടന്നു കയറാം. ഒരു കിഴവൻ കാരണം ഈ മലയെല്ലാം കയറേണ്ടി വന്നു.
ഗുരു ധ്യാനിക്കുകയല്ലേ, ശല്യപ്പെടുത്തണ്ട. നമുക്ക് ആശ്രമത്തിൽ കയറി രമണ മഹർഷിയെ ദർശിച്ചാലോ? ഗുരു രചിച്ച മുനിചര്യ പഞ്ചകവും ബ്രഹ്മവിദ്യാ പഞ്ചകവും എടുത്തിട്ടുണ്ട്. അത് മഹർഷിയെ നമുക്ക് വായിച്ചു കേൾപ്പിക്കാം. സ്വാമി, സ്വാമി പഴം കൊണ്ടുവന്നിരിക്ക്. ஏதாவது பழவர்க்கங்கள் சாப்பிடுங்கோ. சரி, சாப்பிடலாம். நீங்க சாப்பிடுங்க, நான் வாரேன். ഞാൻ മഹർഷിയെ നന്നായി ദർശിച്ചു. മുനിചര്യ പഞ്ചകവും ബ്രഹ്മവിദ്യാ പഞ്ചകവും ചൊല്ലി കേൾപ്പിക്കായിരുന്നു. ആ കണ്ണുകൾ അതിവാചാലം, മൗനമുദ്രയണിഞ്ഞ ചുണ്ടുകൾ. കടലാസുണ്ടോ? നിങ്ങളെല്ലാം കണ്ടു. നമുക്ക് അതുപോലെ കാണാനായില്ല. നാം കണ്ടത് ഇതാ. നിർവൃതി പഞ്ചകം. സ്വാമി ഇവിടെ ഇരുന്ന് എന്നെ രമണ മഹർഷിയെ ദർശിച്ചിരിക്കും, സംവദിച്ചിരിക്കും. അതല്ലേ ഈ പഞ്ചകം? നാദമില്ലാതെ കണ്ണിമകൾ പോലും ചിമ്മാതെ സംസാരിച്ചു. എത്രയോ നേരം, എത്രയോ സംവത്സരം, എത്രയോ ജന്മാന്തരം. ശരിയാണ്, നമ്മൾ ദർശിച്ചത് ബാഹ്യരൂപം മാത്രം.
സ്വാമി കൊള്ളാലോ, നല്ല വടിവിൽ മലയാളം എഴുതിയിരിക്കുന്നു. എന്താണ് സ്വാമി ഉള്ളടക്കം? ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ടുള്ളതാ. മിഴികൾ പറഞ്ഞതും മൗനം സംവദിച്ചതും ഈ പഞ്ചകത്തിലുണ്ട്. എന്താ പഞ്ചകം? നാരായണ നെഞ്ചകം. அவரெல்லாம் தெரிஞ்சவர் நாராயண சுவாமிகள்.